ഹലോ ഹലോ അമ്മാമ്മ. ഷീജമോളെ നീയായിരുന്നോ? ഞാൻ വിചാരിച്ച ഗിരിജയായിരിക്കുന്നു. കുഞ്ഞുവാവയൊക്കെ ഉറങ്ങിയോ മോളെ? അയ്യോ എന്ത് ബഹളമായിരുന്നെന്ന് അറിയാമോ അമ്മാമ്മ? ഇപ്പൊ അങ്ങോട്ട് ഉറക്കി കിടത്തിയേ ഉള്ളൂ. അമ്മാമ്മ പുഷ്പേട്ടനെ ഇന്നലെ മെനഞ്ഞാന്ന് അവിടെ വന്നായിരുന്നോ? പുഷ്പരാജ ഇന്നും ഇന്നലെ ഒന്നും വന്നില്ല. കുറച്ചു ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. എന്താ മോളെ കാര്യം? വന്നില്ലേ? ഇല്ല. അല്ല 2-3 ദിവസമായി പോയിട്ടേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവിടെ വന്നോന്നറിയാൻ വേണ്ടിട്ടായിരുന്നു. എടാ രവി, ഷീജമോളാ പുഷ്പരാജൻ കുറച്ചു ദിവസമായി വീട്ടിൽ ചെന്നിട്ടെന്ന്. നീ ഒന്ന് ചോദിച്ചേ. ദാ എന്താ മോളെ പുഷ്പരാജൻ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. പുഷ്പേട്ട അവിടെ വന്നോന്നറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഇവിടെ വന്നില്ല. അവനിവിടെ വരുന്ന പതിവൊന്നും ഉള്ളതല്ലോ. വന്നില്ലേ? അവൻ എവിടെ പോയതാന്നാ പറഞ്ഞേ? കൂട്ടുകാരന്റെ അച്ഛനെ കിണറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച രാത്രി പോയതാ, പിന്നെ വന്നില്ല. വെള്ളിയാഴ്ച രാത്രി കൂട്ടുകാരൻ അച്ഛൻ കിണറ്റി വീണെന്ന്. കിണറ്റി വീണവരെ രക്ഷിക്കാൻ ഇവനാര്? ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനോ? ഒരു തൊട്ട് വെള്ളം കോരാൻ അറിയാത്തവനാ. കിണറ്റിച്ചാടിയവരെ രക്ഷിക്കാൻ പോയേക്കണം. അവൻ വല്ലതും എവിടെയെങ്കിലും കൂട്ടുകാരുടെ കൂടെ കുടിച്ചു കൂത്താടി നടക്കുകയായിരിക്കും. അവൻ ഒരു കിണറ്റിലും വീണിട്ടില്ല, തോട്ടിലും വീണിട്ടില്ല. എന്റെ അടുത്ത് ഇതുവരെ പുഷ്പേട്ടൻ കള്ളം പറഞ്ഞിട്ടില്ല. അച്ഛ എന്തെങ്കിലും അപകടം വരുമ്പോഴല്ലേ കൂട്ടുകാരെ സഹായിക്കേണ്ടത്. കൂട്ടുകാരെന്ന് വെച്ച പുഷ്പേട്ടന്റെ ജീവനാണ്. തിരിച്ചു അത് അങ്ങനെ തന്നെയാണ്. നീയാണ് അവൻ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. ഈ ബന്ധം ശരിയാവൂല്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതാണ്. ആര് കേൾക്കാൻ? കഴിഞ്ഞ ആഴ്ച രാത്രി 10-10 ആയപ്പം വെള്ളമടിച്ച 4 കാലേ പോയെന്ന് എന്നോട് കുറെ പേര് പറഞ്ഞു. എനിക്കാണെ കേട്ടിട്ട് തൊലി ഉരിഞ്ഞു പോയി. അച്ഛ ഈ ബന്ധത്തിന് ഇപ്പോഴും ഒന്നും പറ്റിയിട്ടില്ല. നിനക്കൊന്നും മനസ്സിലാവൂല. കുറെ ദിവസമായി അച്ഛൻ പുഷ്പേട്ടനെ കുത്തി സംസാരിക്കുന്നത്. പിന്നെ പുഷ്പേട്ടൻ കുടിക്കുന്ന കാര്യം അതെനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇനി ഞാൻ ഫോൺ വിളിക്കുന്നതാണ് അച്ഛന്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ഫോൺ വിളിക്കണില്ല. ഡി മോളെ ഷീജെ, നീ ഉണ്ടല്ലോ. ഹലോ. നീ എന്തിനാ എപ്പോഴും അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? അമ്മ, ഞാൻ വഴക്ക് പറഞ്ഞതാണോ? ഉള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ പുഷ്പരാജൻ തലവേദനയായി മാറുമെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. എന്തായാലും ശരിയായില്ല. ഒരു വിഷമം പറയാൻ വിളിച്ച ഇങ്ങനെയാണോ പറയുന്നേ? നിന്നോടല്ലാതെ വേറെ ആരോടാ അവള് സങ്കടം പറയേണ്ടത്? അമ്മേ, അത് ഹലോ മോളെ. ഹലോ അച്ഛ. അച്ഛ ക്ഷമിക്കച്ച, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് അച്ഛ. സോറി അച്ഛ, പ്ലീസ് അച്ഛ. സാരമില്ല. സോറി പറയാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ മോളെ ഉണ്ടായത്? നീ കരയല്ലേ? നീ പറഞ്ഞ പോലെ അവൻ നാളെ ഇങ്ങ് വന്നോളൂ. വന്നില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കാം. നീ വിഷമിക്കാതെ കിടന്നുറങ്ങ്. നാളെ രാവിലെ ആവട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അച്ഛാ, പിന്നെ നന്ദൂട്ടിന് നാളെ വാക്സിൻ എടുക്കണമായിരുന്നു അച്ഛാ. ഒരു 500 രൂപ കാണുമോ? ഞാൻ തരാം മോളെ. നാളെ മതിയോ? നാളെ മതി അച്ഛാ. നാളെ രാവിലെ ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങിത്തരാം. അതോ മോക്ക് നേരത്തെ വേണോ? നാളെ മതി അച്ഛാ. ശരി മോളെ. മതി. നിങ്ങൾ വിചാരിക്കണമെന്നല്ലോ ഡോക്ടറെ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. എന്താണ് ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു ഇവരെയൊക്കെ കൊണ്ട് എനിക്കാണ് സാറേ ബുദ്ധിമുട്ട്. ഒരു ലോജിക്കില്ലാത്ത കുറേ മനുഷ്യർ. മനസ്സിലായി. പേരെന്താ? പേര് ലക്ഷ്മണൻ. പേര് രാമാനുജൻ. ഞാൻ പിന്നെ എന്താ രാമൻ്റെ അളിയൻ്റെ പേരാ പറഞ്ഞത്. രാമാനുജൻ, അതായത് ലക്ഷ്മണൻ. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ സാറേ? തെറ്റുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ രാമാനുജ. രാമാനുജന്റെ ബുദ്ധിമുട്ട് എന്താ പറയൂ. ബുദ്ധിമുട്ട് ഡോക്ടറെ, എനിക്ക് ഇവരെ കൂടെ ജീവിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു ലോജിക് ഇല്ലാത്ത ഫാമിലിയാണ് എൻ്റെ ഫാമിലി. ഇവരെ കൂടെ എങ്ങനെ ജീവിക്കും? ഇതെൻ്റെ അച്ഛൻ. ലോജിക് എന്തെന്ന് പോലും അറിഞ്ഞൂടാ. ഇതിൻ്റെ അപ്പുറമാണ് പുള്ളിക്കാരൻ്റെ അച്ഛൻ. അപ്പൊ അച്ഛനിട്ട പേരെന്തരാണെന്ന് അറിയാമോ? ഇല്ല, പറയൂ. ത്രിവിക്രമൻ. ഇത് ത്രിവിക്രമൻ. 1 വിക്രമനും 2 വിക്രമനും എവിടെയാണെന്ന് ഞാൻ വീട് ഫുള്ള് അരിച്ചു പറയി. ഞാൻ കണ്ടില്ല ഒരു തന്നെ. ഓ ശരി ശരി, മനസ്സിലായി. രാമാനുജന് ഇപ്പൊ എത്ര വയസ്സായി? എൻ്റെ മനസ്സിൻ്റെ ആണോ ശരീരത്തിൻ്റെ ആണോ? രണ്ടും പറഞ്ഞോ. മനസ്സിന് 15, ശരീരത്തിന് 20. എത്ര വയസ്സായി? 24. റോങ്. അത് റോങ് ആണ്. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള സമയം കൂട്ടാൻ പാടില്ല. ഉറക്കമെന്ന് പറയണത് മരണതുല്യമായ സമയമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചുമ്മാ ഇരുന്ന കാര്യം പറയട്ടെ.
ആ സമയം കൂട്ടാൻ പാടില്ല. അത് കൂട്ടിയാ കണക്ക് തെറ്റും. കണക്ക് തെറ്റിയാ ഭൂഗോളത്തിന്റെ സ്പന്ദനം വരെ തെറ്റും. അതറിയാലോ? അതെ അതെ കണക്ക് Correct തെറ്റും അല്ലേ? കറക്റ്റാണ് കണക്ക് തെറ്റും കറക്റ്റ്. കണ്ടുപടി. ഡോക്ടറിന് കാര്യം മനസ്സിലായി. ഞാനൊരു 5 മിനിറ്റ് സംസാരിച്ചേ ഉള്ളൂ. നിങ്ങളിങ്ങനെ നാടാ. ഇനി കുറച്ച് നേരം രാമാനുജൻ സംസാരിക്കണം. അച്ഛൻ സംസാരിക്കട്ടെ. ഉറക്കം എങ്ങനെയൊക്കെ ഉണ്ട്? ഡോക്ടറെ ഉറക്കം കുറവാണ്, മാത്രമല്ല ഭയങ്കര സംസാരവും. ആ ആശാനെ അച്ഛൻ്റെ അടുത്തൊന്ന് പറ ആശാനെ, ആ ലോജിക്കിന്റെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യേ. ഞാൻ പറഞ്ഞറിയ എൻ്റെ തൊണ്ടയിലെ വെള്ളം മാറ്റി. രാമാനുജന്റെ ഫയൽ ഓപ്പൺ ആണ്. ആ സാർ. ഇതവിടെ വെച്ചിട്ട് അതും കൂടെ എടുക്കും. അച്ഛൻ സാഡായിട്ടിരിക്കണം. ഫീലായ അച്ഛൻ ലോജിക്കലി തിങ്ക് ചെയ്താൽ മാറാവുന്ന പ്രശ്നമേ അച്ഛനുള്ളൂ. അച്ഛൻ വിഷമിക്കണ്ട, അച്ഛൻ്റെ എല്ലാ അസുഖം മാറും. ഈ ഡോക്ടർ ആൾ മിടുക്കനാവും. ഹലോ ഹലോ, എന്താ മോളെ? അച്ഛാ, ഞാൻ മോനെയും കൊണ്ട് വാക്സിൻ എടുക്കാൻ പോയിരുന്നു അച്ഛാ. അവിടെ ഭയങ്കര തിരക്കായിരുന്നു, അതാ അപ്പം വിളിക്കാൻ പറ്റാത്തതേ. മോളെ, പിന്നെ നീ നമ്മുടെ രാജീവനെ അറിയോ? നമ്മുടെ സുശീലും മാമയുടെ മോൻ. അവൻ്റെ അളിയും പോലീസിലാ. ഞാൻ പുഷ്പരാജന്റെ കാര്യം അവനോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട, അവർ കണ്ടുപിടിച്ചോളൂ. അച്ഛാ, പുഷ്പേട്ടൻ വന്നച്ചാ. ഞാൻ അത് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. എപ്പോ വന്നു? രാവിലെ വന്ന്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വരുമെന്ന്. ഇവൻ എവിടെ പോയിരുന്നു? അച്ഛാ, ഞാൻ വിളിക്കാമേ. ഞാൻ പെട്ടെന്ന് വീട്ടിലെത്തിക്കോട്ടെ. മോനെ ഒറ്റയ്ക്കാ. ശരി. അംബുലൻസ്. ഇനിയിപ്പോ കുറച്ചാളും കൂടെ അല്ലേ ഉള്ളൂ. സിസ്റ്റർ വേറെ ജോലി നോക്കാൻ തുടങ്ങിയോ? നോക്കണം. സിസ്റ്ററിന് ജോലി കിട്ടും. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. വീട്ടില് ആരും സംസാരിക്കാനും പറയാനോ ഒന്നും ഇല്ലാത്തപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. ഞാൻ ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്താൽ ഡിസ്റ്റർബൻസ് ആവോ? അതിനെന്താ, അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. വിളിക്കണം. രാജി സിസ്റ്ററിൻ്റെ ഡ്യൂട്ടി ടൈം കഴിയാറായി. അപ്പം ഞാൻ പതുക്കെ ഇറങ്ങാം. ഞാൻ 2 ദിവസമായിട്ടൊരു സാധനം തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ? എനിക്കാണോ? തുറന്നു നോക്ക്. അയ്യോ, എന്തിനാ സിസ്റ്റർ ഇതൊക്കെ? വെച്ച് നോക്ക്. കൊള്ളാമോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞാൻ ഇറങ്ങാം. ആ